ബൈപ്പോളർ ഡിസോർഡർ എന്താണ്? അതിൻ്റെ സിംപ്റ്റംസ് എന്തൊക്കെയാണ്? ട്രീറ്റ്മെൻറ്റ് എന്താണ്? മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒക്കെ ഓൾറെഡി മുന്നേയുള്ള വീഡിയോസിൽ ഡോക്ടർ സാബു ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈപ്പോളർ ഡിസോർഡറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ എന്താണ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ റോൾ എന്നുള്ളതാണ്. സൈക്കോളജിസ്റ്റിൻ്റെ റോൾ വരുമ്പം അത് പ്രധാനമായിട്ടും രണ്ടായിട്ടാണുള്ളത്: സൈക്കോളജിക്കൽ അസസ്മെൻറ്റും സൈക്കോ തെറാപ്പീസും. അതായത് രോഗിയുടെ ഇപ്പോഴത്തെ രോഗാവസ്ഥയുടെ സിവിയറിറ്റി, സിംറ്റം ലെവൽ ഇതൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ രോഗത്തിന് പുറമെ രോഗിക്ക് എന്തെങ്കിലും അണ്ടർലൈങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഉണ്ടോ അതുകൂടെ സൈക്കോളജിക്കൽ അസസ്മെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൈക്കോ തെറപ്പി പലതരത്തിലുണ്ട്, ഡിഫറെൻറ്റ് അപ്രോച്ചുകളുണ്ട്. പ്രധാനമായിട്ടും കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, ഫാമിലി ഫോക്കസ്ഡ് സൈക്കോ തെറപ്പി, ഇൻ്റർപേഴ്സണൽ സോഷ്യൽ റിതം തെറപ്പി, ഫാമിലി സൈക്കോ എഡ്യൂക്കേഷൻ, ഇതൊക്കെ പലതരത്തിലുള്ള സൈക്കോ തെറപ്പി രീതികളാണ്. ഈ തെറപ്പീസൊക്കെ പല രീതിയിലാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതെങ്കിലും ഇതൊക്കെ പ്രധാനമായിട്ടും ചില കോമൺ ഗോൾസ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഒരു രോഗിക്ക് ഡയഗ്നോസിസ് അറിയുമ്പം ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാം, ഒരുപാട് തരത്തിലുള്ള ആങ്സൈറ്റീസ് ഉണ്ടാകാം, ലൈക്ക് എന്താണ് ഇനി എന്നുള്ളത് അറിയാത്തൊരവസ്ഥ ഉണ്ടാവാം. അവിടെയൊക്കെ പ്രോപ്പറായിട്ടുള്ള സൈക്കോ എഡ്യൂക്കേഷൻ ചെയ്യുക, സൈക്കോ തെറപ്പി പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെ രോഗിനെ ഒരുപാട് തരത്തിൽ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ബൈപ്പോളർ ഡിസോർഡർ ഉള്ള പേഷ്യൻസിന് പ്രധാനമായിട്ടുണ്ടാകുന്നൊരവസ്ഥയാണ് ഹോപ്പ്ലെസ് ആവുക. പ്രധാനമായിട്ടും അത് ഡിപ്രഷൻ്റെ എപ്പിസോഡിലാണ് കാണുക. അതായത് അവർക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് ഹോപ്പ് ഉണ്ടാവില്ല, അവരുടെ ലൈഫിനെക്കുറിച്ച് ഹോപ്പ് ഉണ്ടാവില്ല, കരിയറിനെ കുറിച്ച് ഹോപ്പ് ഉണ്ടാവില്ല. ഇതിലൊക്കെ സൈക്കോ തെറപ്പി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു ഏരിയയാണ്. അതേപോലെ തന്നെ അവരുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യുക, സോഷ്യൽ കണക്ഷൻസ് ബെറ്റർ ആക്കുക. പ്രധാനമായിട്ടും അവർക്ക് വർക്കിലുണ്ടാകുന്ന റിലേഷൻഷിപ്പ് മാത്രമല്ല, വർക്കിൽ ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ അക്കാദമിക്സിൽ ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇതിലൊക്കെ ഒരു തെറപ്പിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം ചിട്ടയായ മെഡിക്കേഷനോടുകൂടെ, ഒരു ഫാമിലി സപ്പോർട്ടിൻ്റെ കൂടെ, കൃത്യമായിട്ടുള്ളൊരു സൈക്കോളജിക്കൽ പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് കൂടെ ആകുമ്പം ഒരു ബൈപ്പോളാർ ഡിസോർഡർ ഉള്ള പേഷ്യൻറ്റിന് അവരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് കുറച്ചുകൂടെ പോസിബിൾ ആയിരിക്കും.